എഴുത്തുകാരുടെ സംഘടനയായ ഫോമ ഡോംബിവിലിയിൽ നടത്തിയ സെമിനാറിൽ വൈറ്റ്ലിൻ വേൾഡിൻ്റെ 2012-13 നടത്തിയ കലാമത്സര വിജയികളെ പ്രഖ്യാപിക്കുകയുണ്ടായി. 4 ഇനങ്ങളിലാണ് മത്സരം ഞങ്ങൾ നടത്തിയത്. ചെറുകഥ, കവിത, ലേഖനം, ഫോട്ടോഗ്രാഫി, കാർട്ടൂൺ. ഇതിൽ വിൽസൺ ഡോംബിവിലിയുടെ പൂക്കൾ എന്ന കവിതയ്ക്കാണ് 1ാം സമ്മാനം. വിൽസൺ ഡോംബിവിലിയെ ഞാൻ സാദരം സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. വൈറ്റ്ലൈൻ വേൾഡിൽ ഏകദേശം 5000-ൽ പരം മെമ്പർമാരുണ്ട്. വൈറ്റ്ലൈൻ വേൾഡിനെ പറ്റി 2 വാക്ക് പറയുവാൻ ഞങ്ങളുടെ അംശി മുമ്പായിട്ട് അവതാരകൻ വൈറ്റ്ലൈൻ വേൾഡിന്റെ ആക്റ്റീവ് മെമ്പറുമായ ജെ.പി. തകഴിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് കൊടിയൂർ കഥകൾ ഇവിടെ പ്രകാശനം നടത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. കുടുംബത്തിലെ അംഗമെന്ന് പറയുമ്പോൾ whitelaineworld.com എന്ന ഒരു വലിയ കൂട്ടായ്മയിലെ വലിയൊരു കാരണമാണ് അദ്ദേഹം. കൊടിയൂർ കഥകൾ ആദ്യമായി ഇത് എഴുതുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർക്കുന്നത് മാലകുടി ഡേയ്സ് എന്ന ഒരു പഴയ സീരിയലാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടിയൂർ കഥകൾ ഒരു സീരിയലാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ശ്രീ പ്രേംലാൽ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. തീർച്ചയായും അത് നമ്മുടെ മുകേഷ് ബാബു സാറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. തീർച്ചയായും അത് ഒരു സീരിയലായി മാറുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അത് ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ കൂട്ടായ്മ മലയാളികൾക്ക് എന്നുമുള്ളത് മറവിയാണ്. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഓർക്കിഡുമെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഈ കൂട്ടായ്മയെ മറന്നുപോയിരിക്കുന്നു. പക്ഷെ എന്നും മനസ്സിൽ താലോലിക്കുന്ന ഇത് നോക്കുന്ന സുന്ദരനായ ചുവപ്പ് വസ്ത്രധാരിയായ നമ്മുടെ സ്കന്ദേട്ടനുണ്ട്. എന്നും ആക്റ്റീവ് മെമ്പർ തന്നെയാണ്. പക്ഷെ പതിവ് ഫേസ്ബുക്കിൽ വന്നപ്പോൾ നമ്മളെവരും അങ്ങോട്ടേക്ക് ഒന്ന് ചൂട് മാറി. ആ പഴയ ഞങ്ങളുടെ ആ കൂട്ടായ്മയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നുകൂടിയാണ് ഈ ഒരു സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത്. മലയാളി ഇന്ന് എഴുതുവാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊന്നും നിരവധി കഥകൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും മറ്റൊന്നും കൊണ്ടല്ല, നല്ല കഥകൾ രചിക്കുന്നില്ല. കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തതാവാം എന്നതാവാം വരും മറ്റൊരു സത്യം. തകഴി ശിവശങ്കരപ്പള്ളിയുടെ നാട്ടുകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കഥയും കവിതകളും എല്ലാം കേട്ട് ചെറിയ വയസ്സ് മുഴുവൻ വളർന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എഴുതാൻ അറിയില്ല, അതുകൊണ്ട് എഴുതാനുമില്ല. എഴുതുന്ന മഹത്തായ വ്യക്തികൾ എല്ലാവരും കൂടെയുണ്ട്. ഒപ്പം ഇന്നത്തേക്കുമായ കൊടിയൊരു കഥകൾ വരയ്ക്കും. ഇതുപോലുള്ള കഥകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പ്രയോജനം ചെയ്യുകയും ചെയ്യേണ്ടത് ഇതുപോലുള്ള കൂട്ടായ്മകളാണ്. മുംബൈ മലയാളികൾക്ക് വേണ്ടി ഫേസ്ബുക്കും ഓർക്കിഡിനും മുമ്പ് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അന്ന് മുംബൈയിലിരുന്ന ഒരു മലയാളി അദ്ദേഹത്തിന്റെ മനസ്സിൽ തുരിച്ച ഒരു വലിയ കാര്യം തന്നെയാണ് ഫേസ്ബുക്കിനേക്കാളും മുമ്പുള്ള whitelaineworld.com എന്ന ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലുള്ള ഏവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമായിരുന്നു. രാത്രിയും പകലും ഒക്കെ നിങ്ങൾ സംസാരിക്കുമായിരുന്നു, സംവദിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സാധിക്കാറില്ല. കാരണം നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അംശി മുംബൈ എന്ന പ്രോഗ്രാം മുകേഷ് ബാബു സാറിന്റെ മുംബൈ മലയാളികൾക്കുള്ള സംഭാവനയാണെങ്കിലും അതിലുണ്ടായിരുന്ന അണിയറി പ്രവർത്തകരെ തിരഞ്ഞെടുത്തതും ഈ വൈറ്റ്ലൈൻ വേൾഡ് എന്ന കൂട്ടായ്മയിലൂടെയാണ്. അതിനു മുമ്പ് ശ്രീ രാജൻ കടന്നെങ്കിലും ഒരു CD പ്രകാശനം ഉണ്ടായി. അദ്ദേഹം ആദ്യം എഴുതിയ കവിതകൾ CD രൂപത്തിൽ അത് വെളിയിൽ വരികയും ചെയ്തു. ഇതെല്ലാം വൈറ്റ്ലൈൻ വേൾഡ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓർക്കണം. ആക്റ്റീവായി ഇവിടെയുള്ള ഓരോ കലാകാരനും മുമ്പോട്ട് വരുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.